ഞങ്ങളുടെ സോങ് മാംഗല്യം അതിൻ്റെ റിലീസ് ഡേറ്റിനെ കുറിച്ചും പിന്നെ അതിൻ്റെ ബാക്കി വിശേഷങ്ങളെ പറ്റിയിട്ടുമാണ് ഇനി ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത്, പാർട്ട് 2. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ സോങ്ങിൻ്റെ റിലീസ് വരെ എത്തിയത്, ഫൈനൽ മിക്സ് വരെ ഞങ്ങൾ എത്തിയത്. ഒരുപാട് കഥകളുണ്ട് അല്ലേ, ശരിക്കും കുറേ തടസ്സങ്ങൾ തരണം ചെയ്താണ് നമ്മൾ മാംഗല്യം ഫൈനലിലേക്ക് എത്തിയത്. അപ്പോൾ ആ കഥകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഏകദേശം ഈ ഒരു സമയത്തല്ലേ, എനിക്കൊന്ന് ജൂൺ 13 കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് തന്നെയാണ് സോങ് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ഹൂക്ക് മഹിക്ക് കിട്ടുന്നതും അങ്ങനെ കമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം മെല്ലെ മെല്ലെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സോങ്ങിൻ്റെ റെക്കോർഡിങ്ങിലേക്ക് എത്തി. അപ്പം അവിടുന്ന് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഓരോരോ തടസ്സങ്ങൾ. അപ്പം അത് നമ്മൾ വോക്കലും അതുപോലെ തന്നെ വയലിനും മൃദംഗവും തബലയും ഒന്നിച്ച് ടേക്ക് എടുക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ വയലിൻ ചെയ്തത് ബാലപ്രസാദ് ബാലുവാണ്, പിന്നെ തബല മൃദംഗം ശ്രാവൺ. മഹി രാവിലെ ട്രിവാൻഡ്രത്തുനിന്ന് വന്നു, ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ എന്താ അവിടെ കറണ്ടില്ല, പോസ്റ്റ് മാറ്റി ഇന്നല്ലേ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ഹോൾ ലൈനും ഇളക്കി ഇട്ടിട്ട് പോസ്റ്റ് എല്ലാം അങ്ങനെ തൂക്കി അങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നു, കറണ്ടില്ല. പിന്നെ അവിടെ ഉള്ള കുറച്ച് പവറിൽ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അടുത്ത ഒബ്സ്റ്റക്കിൾ വരുന്നത് അടുത്ത നമുക്കിങ്ങനെ എടുക്കാനുണ്ട് വയലിനും മൃദംഗം തബല. അപ്പം അത് നമ്മൾ അനുനന്ദിൻ്റെ വീട്ടിൽ, ഫ്ലൂട്ടിസ്റ്റ് അനുനന്ദിൻ്റെ വീട്ടിലാണ് സെറ്റ് ചെയ്തിരുന്നത്. അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റാർട്ടിങ് പോർഷനിൽ ഒരു ഫ്ലൂട്ട് ഉണ്ട്. ആ ഫ്ലൂട്ട് വായിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അനുവിനെയാണ് പറഞ്ഞത്. അന്നേ ദിവസം അനുവിനെ കിട്ടിയിട്ടില്ല. ഒബ്സ്റ്റക്കിൾ നമ്പർ 1, ഒബ്സ്റ്റക്കിൾ നമ്പർ 2 അവിടെ ഇവിടുന്ന് ഈ തലേ ദിവസം കറണ്ട് പോയത് അത് വേറെ ദിവസമാണ്. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ പിന്നെയും ട്രിവാൻഡ്രത്തുനിന്ന് പിന്നെയും വരുന്നുണ്ട്, കൊല്ലത്ത് വന്നിട്ട്. ഇത് ഈ അനുവിൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റുഡിയോയിൽ നിന്നും കുറേ ദൂരമാണ്, ഒരുപാട് ദൂരമാണ്. അപ്പം അവിടെ ചെന്ന് ഇതെല്ലാവരും വന്നു സെറ്റ് ചെയ്ത് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അവിടെ ഈ സെയിം സംഭവം, അതായത് പോസ്റ്റ് മാറ്റി വയ്ക്കുന്നല്ലേ. എന്നിട്ട് പിന്നീടാണ് അവിടുത്തെ അമ്മ പറഞ്ഞത്, ഇത് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, രാവിലെ പോയിട്ട് ഇനി രാത്രി വൈകിട്ട് 6 മണിക്ക് ശേഷമേ കറണ്ട് വരുത്തുള്ളൂ. ഞാൻ പിന്നീട് അനുവിനെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ മിഡ് നൈറ്റ് എങ്ങാണ്ടോ കറണ്ട് വന്നത്, അപ്പോഴും വന്നിട്ടില്ല. അപ്പം നമ്മൾ ആ ഒരു ഡേ മൊത്തം അവിടെ നിന്ന് എടുക്കാം, 6 മണിക്ക് ശേഷം വരെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നടക്കില്ലായിരുന്നു. പിന്നെ മിഡ് നൈറ്റ് എന്താ പറയുക, ശ്രാവണും ബാലു, താങ്ക്സ് ടു ദം, ലൈക്ക് അവര് അത്രയും സ്ട്രഗിൾ ചെയ്ത് ആ വർക്കൊക്കെ കളഞ്ഞ് എനിക്ക് നമുക്ക് വേണ്ടിയിട്ട്, ആ സോങ്ങിന് വേണ്ടിയിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്വാളിറ്റിയാണ്, അത് ഹ്യൂജ് റെസ്പെക്ട്. ഇനി പറയാനുള്ളത് മാംഗല്യത്തിൻ്റെ ആൽബം ആർട്ടിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്നവരോടൊക്കെ ചോദിച്ചു, പക്ഷേ എല്ലാവരും ബിസി ആയിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം ഭയങ്കര ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടാണ് നമ്മൾ മാംഗല്യത്തിൻ്റെ ആൽബം ആർട്ട് ചെയ്തത്. ആരാന്ന് മഹി പറയും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി സെറ്റ് ചെയ്തു. അപ്പം നമുക്ക് വേണ്ടുന്ന മെയിൻ സാധനം മൂണാണ്. മൂൺ വന്നേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് അതിൽ നമ്മളൊരു മൂണിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്രിയേറ്റീവായിട്ട് അങ്ങനെ ഇങ്ങനെ നീണ്ട കുറേ സംഭവ വികാസങ്ങൾക്ക് ശേഷം മാംഗല്യം ഓൾ സെറ്റ് ആയിരിക്കുകയാണ്. റിലീസ് ഡേറ്റിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് ഇന്ന് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. അതായത് ഞങ്ങളുടെ ഈ റിലേഷൻ ഒഫീഷ്യലായത് 2024 ജൂണിലാണ്. അതായത് വീട്ടിൽ നിന്ന് കുറച്ച് പേര് ഈ പെണ്ണിനാണ് ആ സെറ്റപ്പ് സപ്പോർട്ട്. ഞാനിതെല്ലാം ഒരു നോട്ട് ഞങ്ങളത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു നോട്ടിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ അതിൽ പോയി നോക്കി, ജൂൺ എന്നാണ് പെണ്ണുകാണലുടെ ഡേറ്റ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ആ ഡേറ്റും ഞങ്ങളുടെ മാംഗല്യം നമ്മൾ റിലീസിന് വെച്ച ഡേറ്റും സെയിം. അത് ശരിക്കും അതും ഒരു കോയിൻസിഡൻസ് ആണ് കേട്ടോ. നമ്മളത് ഒന്നും നോക്കാതെ നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആണെന്ന് തോന്നിയ ഒരു ഡേറ്റ് ആണ് ജൂൺ 16 തിങ്കൾ. അത് തന്നെ വെക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷന് വെച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ മാംഗല്യം സോങ്ങിൻ്റെ റിലീസ് ഡേറ്റ് ജൂൺ 16 തിങ്കൾ. ശരിക്കും എന്താ പറയുക, വി ആർ സൂപ്പർ എക്സൈറ്റഡ്. Hope you guys are very excited just like us. So പാട്ട് കേൾക്കുക, എല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലും സോങ് അവൈലബിൾ ആയിരിക്കും. എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.